2024 അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ വർഷത്തിലെ അവസാനത്തെ വലിയ തെരഞ്ഞെടുപ്പും പൂർത്തിയായി കഴിഞ്ഞു. അതിൽ മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായൂതി വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പാർട്ടിയുടെ നഷ്ടം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നികത്തിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ഒരു നല്ല സൂചനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും നേരത്തെ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിന് പിന്നാലെ 2025-ലും 2026-ലും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDAയും ഇന്ത്യയും ഏറ്റുമുട്ടുമ്പോൾ BJP സഖ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇന്ത്യയിലെ വോട്ടർമാരുടെ ചിന്താഗതി തികച്ചും അസ്ഥിരമാണെന്നും വളരെ വേഗത്തിൽ മാറുന്നതാണെന്നും തെളിയിച്ചിരിക്കുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിലെ നേട്ടങ്ങളെ നിർവീര്യമാക്കുന്ന തരത്തിൽ പുതിയ ഘടകങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് രാജ്യത്തെ വോട്ടർമാരുടെ പക്വതയാണ് തെളിയിക്കുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയിൽ ഇരുവിഭാഗത്തെയും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർക്ക് വോട്ടർമാരുടെ മാനസികാവസ്ഥ കൃത്യമായി വിലയിരുത്തുക എന്നത് കടുപ്പമേറിയ കാര്യമാണ്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 6 മാസത്തിനുള്ളിലെ ഫലങ്ങളിൽ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ചില നേട്ടങ്ങളുമുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷിയെ, പ്രത്യേകിച്ച് BJPയെ ഒതുക്കാൻ ഇന്ത്യ സഖ്യം തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ അവസാന നിമിഷം സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് വനിതാ വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തി. അത് മഹായുതിയെ വൻ വിജയത്തിലേക്ക് നയിച്ചു. രണ്ടാമത്തേത്, BJPയുടെ എല്ലാ വിരുദ്ധ പ്രചരണങ്ങളെയും മറികടന്ന് ഗോത്രവർഗക്കാർ ജാർഖണ്ഡിലെ BJP വിരുദ്ധ സഖ്യത്തോടൊപ്പം ഉറച്ചുനിന്നു. 2025-ലും വലിയ തെരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യ മുന്നണിയെ കാത്തിരിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഫെബ്രുവരിയിൽ നടക്കാനാണ് സാധ്യത. വർഷാവസാനം ബീഹാർ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. ഡൽഹിയിൽ AAPയും കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുമെന്ന് സൂചന ലഭിച്ചു കഴിഞ്ഞു. BJPയെ പരാജയപ്പെടുത്താൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് AAPയും കരുതുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പങ്കാളികളായ കോൺഗ്രസും AAPയും അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്ന് ത്രികോണ മത്സരമാണ് നടക്കും എന്നുറപ്പാണ്. ദില്ലി കേരളമല്ല എന്നാണ് AAP ഓർക്കേണ്ടത്. BJPക്ക് ശക്തമായ അടിത്തറ അവിടെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ദില്ലി തൂത്തുവാരിയത് നമ്മൾ കണ്ടു. ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ വെല്ലുവിളി നേരിടാൻ അനുകൂല സാഹചര്യം അവിടെ BJPക്കുണ്ട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒറ്റക്കെട്ടായി നിന്നില്ല എങ്കിൽ ഡൽഹി നിയമസഭയും BJPക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരും. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം RJDക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ പ്രചരണത്തിൽ വലിയ വിള്ളലുകൾ വെളിപ്പെട്ടു. NDAയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ RJD നേതാവ് തേജസ്വി യാദവ് ഇന്ത്യ സഖ്യ നേതാവായി വേണം അവിടെ പ്രവർത്തിക്കാൻ. 2026-ൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഇന്ത്യ സഖ്യം ഏറെക്കുറെ ഭദ്രമാണ്. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടായാലും ഇല്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആകെയുള്ള 294-ൽ നിലവിലുള്ള 223 സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. 294-ലും വിജയിക്കുന്നത് മുൻനിർത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി തൃണമൂൽ നേതാക്കൾക്ക് 260 എന്ന ലക്ഷ്യം നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യം മുതൽ ബൂത്ത് തല പ്രവർത്തനം തുടങ്ങും. 21-ലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 77 സീറ്റുകൾ ലഭിച്ചെങ്കിലും കൂറുമാറ്റങ്ങൾ മൂലം അംഗബലം 69ആയി കുറഞ്ഞിരിക്കുകയാണ് അവിടെയെന്ന് നമുക്ക് കാണാം. പിന്നെയുള്ളത് കേരളം ഒരിക്കലും BJPയുടെ കൈകളിലേക്ക് പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.